ഗൈസ് എത്ര വളർന്നെന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ ഉള്ളിൽ കുറച്ച് പിള്ളേരുണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ കയാക്കിങ്ങിന് പോവുകയാണ്. 24th ട്യൂസ്ഡേ. നമ്മളിന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്കത്തേക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും പോയിട്ടുണ്ട്. വണ്ടിയുള്ളവർ മൊത്തം വണ്ടി എടുത്തിട്ടുണ്ട്, കൂടെയുള്ളവരൊക്കെ അതിൻ്റെ അടുത്ത് കയറി അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പം നമ്മളും കൂടെ ഇപ്പം ഇറങ്ങും. ആദ്യം നമ്മളിവിടെ നിന്ന് വണ്ടി എടുത്ത് ഓഫീസിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ കളക്ട് ചെയ്യാനുണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ കയാക്കിങ്ങിന് പോകും. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ബൈ. ഗൈസ്, അങ്ങനെ നമ്മൾ ഏകദേശം 3:30 ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ലുലുവിൻ്റെ ഫ്രണ്ടിലുള്ള ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഈ ടൈമായി. കേരള കയാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിൻ്റെ അടുത്താണ് നമ്മൾ കയാക്കിങ്ങിനായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബില്ല് എവിടെ കയറ്റുമെന്നാണ് വിഷ്ണു നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും സൺഗ്ലാസും സൺസ്ക്രീനും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം സെറ്റാക്കി നമ്മൾ പയ്യെ കയാക്കിങ്ങിലേക്ക് ഇറങ്ങുകയാണ്. എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണെന്ന് അറിയാതെ കുറച്ച് ഭാഗങ്ങൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫോട്ടോ അല്ല കേട്ടോ, വീഡിയോയിൽ വരുവേ. ഫസ്റ്റ് ബാച്ചിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ഇദ്ദേഹത്തെ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാവില്ല. ഇദ്ദേഹമാണ് ശ്രാവ്യോ മാനിഫെസ്റ്റോ. അതെ. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കേട്ട ശേഷം നമ്മൾ ഓരോരുത്തരായിട്ട് പയ്യെ ഇറങ്ങി തുടങ്ങി. അത്യാവശ്യം കുറച്ച് പീസ്ഫുൾ ഏരിയ ആണ് കേസ്. പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് വരുന്നത് 500 റുപ്പീസാണ്. നമ്മളൊരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ പ്രൈസിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുന്നതാണ്. ഇനി വീക്ക് ഡേയ്സിൽ നമുക്ക് സമയമില്ല, വീക്കെൻഡ് ആണെങ്കിൽ ഇവരും ഇല്ലല്ലോ എന്ന് പറയുന്നവർക്ക് ഇവർ സൺഡേയും വർക്കിംഗ് ആണ് കേസ്. അപ്പൊ എങ്ങനെ പോവല്ലേ? ഇവരുടെ ലൊക്കേഷൻ വരുന്നത് വാഴാമുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ്. കഴക്കൂട്ടം സൈഡിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും കോവളത്തിന് കുറച്ച് മുന്നേ. കയാക്ക് കൺട്രോൾ ചെയ്യുന്നതിന്റെ ഒരു നാക്ക് കിട്ടുന്നവരെ കുറച്ചൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടീമൊക്കെ സെറ്റായി. ഫസ്റ്റ് ബാച്ച് ആൾക്കാരെല്ലാം കയാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ മാത്രമേ മിച്ചുണ്ടായിരുന്നു. നിക്കറേ അതിനിടയ്ക്ക് അവിടെ വേറൊരു ബ്ലോഗിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങേറ്റത്തിരിക്കുന്ന അദ്ദേഹമാണ് നിറ്റ്സ് ഓൺലൈൻ. നമ്മുടെ ടീം തുഴഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട്, പക്ഷെ ഒരു പൊളിമില്ല. ബാക്കിയുള്ളവരെല്ലാം ഇവിടുത്തെ വള്ളത്തിൽ കയറിയിട്ടുണ്ട്. രമാക്ക, നാഗർകോവിൽ സിംഗം. വർഷങ്ങൾക്ക് മുൻപ് ജീനു വന്ന സമയത്ത് ഇതുപോലെ ഒരു കയാക്കിംഗ് പോയത്. ഞാനും ഇതുപോലെ ഓടി നടന്ന വീഡിയോ ഇടുന്നു. ഇതുവരെ റിലീസായിട്ട്. പക്ഷെ ഇത് റിലീസാവും. നമ്മുടെ ടീമിനെ കാണാത്തോണ്ട് ഇവിടെ നിന്നുള്ള ആൾക്കാർ വള്ളം എടുത്ത് പോകുന്നുണ്ട് കണ്ടുപിടിക്കാനായിട്ട്. ജുബീഷ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടീം പോയിട്ടുണ്ട്. അവർക്ക് ടോട്ടൽ 38 ആൾക്കാരെ എടുക്കാമെന്നാണ് പറഞ്ഞത് ആദ്യത്തെ ബാച്ചിൽ. പക്ഷേ ഒരു 20-25 പേര് ആദ്യത്തേനകത്ത് കയറി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ പോയിട്ട് തിരിച്ച് വന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. നമ്മളിപ്പോൾ കുറേ പേര് ഇവിടെ ബാക്കിലത്തെ അതാണ് ഓഫീസ്, അവിടെയായിട്ട് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഇനി അവർ വന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഗൈസ്, കിട്ടിയ ടൈമിൽ ഞാൻ കുറച്ച് എസ്തറ്റിക് ഷോട്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുമ്പളങ്ങി നൈറ്റ്സിലെ പാട്ടൊക്കെ ആഡ് ചെയ്ത് ഒരു സിനിമാറ്റിക് ഷോട്ട് സെറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ കോപ്പിറൈറ്റിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് യൂട്യൂബിൽ ഇടുന്നില്ല. നമ്മുടെ സോംബോസ്കി വ്ലോഗ്സ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി കാണുക. അത്യാവശ്യം കൊള്ളാം. നിങ്ങളെ കിട്ടിയ സ്ത്രീധന തുക തരുമോ അളിയ? മച്ചാനും തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തുവാണ് അതിന് മാത്രം എപ്പോഴും പറയാനുള്ളത്? ഹലോ ഗൈസ്, പിന്നെ ഞാൻ തന്നെ 3:45 അവർ പോയതാണ്. 1 മണിക്കൂർ മറ്റെന്താണ് പറഞ്ഞത്. പക്ഷേ 5:15 ആയിട്ടുണ്ട്. 1.5 മണിക്കൂറിന് മുകളിലായി. ഇവിടെയാണെങ്കിൽ അവർ 6 മണി വരെ ഉള്ളതെന്നും പറയുന്നുണ്ട്. എന്താവും എന്നറിയത്തില്ല. ഇത്ര നേരമായിട്ട് അവരെ കാണുന്നില്ല. ടീംസൊക്കെ അവിടെ വള്ളത്തിനകത്ത് കയറിയിട്ടുണ്ട്. അവർ വരുമോ ഇല്ലെന്ന് അറിയാനായിട്ട്. പഠിച്ചു കേട്ടോ, പഠിച്ചിട്ടുള്ളവരാ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ ആൾക്കാർ. എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ നമുക്ക് പറ്റിയെന്നറിയോ, ഞങ്ങൾ ഒത്തിരി സ്ലോ ചെയ്തിട്ടാ ബാക്കിൽ വരുന്നവരെയും കൂടെ നോക്കിട്ടാ പോയാ.
ഫസ്റ്റ് ബാച്ച് തിരിച്ചു വരുന്ന ടൈം ആയപ്പോഴേക്കും ഇവിടെ ചായ സ്നാക്സും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമറ ഞാൻ ഇതിൻ്റെ ഇതിലേക്ക് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ പരിപാടി തുടങ്ങി. 3 ടൈപ്പ് ഓഫ് സ്നാക്സ് ആണ് ഉണ്ടായിരുന്നത്. ഉള്ളിവട, ഉഴുന്നുവട, പഴംപൊരി. ഫസ്റ്റ് ബാച്ച് വന്നിട്ടുണ്ടായിരുന്ന കയാക്ക് ഫ്രീ ആയിട്ടുണ്ട്. അവിടുന്ന് ആൾക്കാർക്ക് വേണമെങ്കിൽ കയറി സെക്കൻഡ് ബാച്ചിന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ഒന്നും ഉണ്ടാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ കഴിച്ചിട്ട് പോകാൻ വെച്ചു. കയാക്കിങ് കഴിഞ്ഞ് വന്നവർ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. കയാക്കിന് പോകാനായിട്ടുണ്ടായിരുന്നവർ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാണിക്കുന്നുണ്ടായിരുന്നു. റൈറ്റ് തൊഴയാ ഫസ്റ്റ് ബാച്ച് ഓൾമോസ്റ്റ് എല്ലാവരും ആയപ്പോഴത്തേക്കും സെക്കൻഡ് ബാച്ചിൽ ഓരോരുത്തരായിട്ട് പയ്യെ ഇറങ്ങി തുടങ്ങി. ആ കൂട്ടത്തിലാണ് ഞാനും ഉള്ളത്. ഫൈനലി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ടീംസൊക്കെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഇവിടെ ചെറിയ ചൂണ്ടയുടെ ടീംസൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെ അധികം ടെൻഷനൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് 6 അടി ആഴം ഉള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷേ താഴെ ചേറുണ്ട്, അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് മുങ്ങി നിൽക്കേണ്ടി വരും. പക്ഷേ അത്യാവശ്യം കൊള്ളാം. നമുക്ക് അതിൻ്റെ ഒരു നാക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ എല്ലാവരും ഇപ്പം ആദ്യം തപ്പിത്തടഞ്ഞൊക്കെ നിന്ന ടീംസൊക്കെ ഇപ്പം നല്ല സ്പീഡിൽ വിട്ടു പോകുന്നുണ്ട്. അതിൻ്റെ നേരെയാണ് വരുന്നൊരു സംശയമുണ്ട്. എന്ത് ആ വെടിയുണ്ട് എന്റെ നേർക്കല്ലേ വരുന്നത്? മാറിക്കളയാം. ജീവനും സാഗ്നി ഞാൻ പോയിട്ട് ഡ്രിഫ്റ്റ് ചെയ്യട്ടെ. സെറ്റ് ഗൈസ്, നിറ്റ്സ് ഓൺലൈൻ യൂട്യൂബർ നിറ്റ്സ് ഓൺലൈൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിറ്റ്സ് ഓൺലൈൻ തുഴഞ്ഞ് ഇപ്പം നിറ്റ്സ് ഓഫ്ലൈൻ ആയിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ഗോപികയും കുണ്ടറാകിലി. നമ്മൾ ഏകദേശം ഒരു 6:30 അടുത്താവാനായിട്ടുണ്ട്. ഇപ്പോഴാണ് ഇത് കണ്ടത്. കിട്ടില്ല സൺസെറ്റ്. ഇതിൻ്റെ അപ്പുറത്ത് ബീച്ചാണ്. നമുക്കിപ്പോൾ അങ്ങോട്ട് കയറാനായിട്ടുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. നല്ല രസമാണ് കേട്ടോ ഈ വ്യൂ കാണാനായിട്ട്. ഏകദേശം നമ്മുടെ പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാനായിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തു. ഞാൻ നിതീഷ് മാറായിരിക്കുന്നതല്ല, അടുപ്പിക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അത്യാവശ്യം പാടായിരുന്നു. നമ്മളിവിടെ വരുന്നിടത്ത് അവിടെ സൈഡിലായിട്ട് നമുക്ക് അടുപ്പിക്കാനായിട്ടൊരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് സൺസെറ്റ് ഉണ്ട് ഗൈസ്. ബീച്ചാണ്. നമുക്ക് ജസ്റ്റ് ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങാം. നെറ്റ്സ് ഓൺലൈൻ വീണ്ടും. വീണ്ടും നിങ്ങളോ? നമ്മൾ കയറി വരുന്നിടത്തായിട്ട് ഇങ്ങനെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു ഗൈസ്. ആദ്യം ആർക്കും വേണ്ടായിരുന്നു, പിന്നീടാണ്. ഗൈസ്, എത്ര വളർന്നെന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ ഉള്ളിൽ കുറച്ച് പിള്ളേരുണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യം ഒരാളും കയറാതിരുന്നതാണ്. ഇപ്പോൾ അതേ വന്ന് എല്ലാവരും കയറുന്നുണ്ട്. കൊച്ചി ഓഫീസിൽ നിന്ന് മുങ്ങി ട്രിവാൻഡ്രം ഓഫീസിൽ വന്ന് കയാക്കിങ്ങിന് വന്നിരുന്നതാണ്. അങ്ങനെ ബീച്ചിലത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബീച്ചിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. ഇപ്പം തിരിച്ചു പോകാനായിട്ട് സമയമായിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഏകദേശം അങ്ങോട്ട് കുറേ പോയി. എന്നിട്ട് അവിടുന്ന് തിരിച്ച് വരുന്ന പകുതി വഴിക്കാണ് ഇവിടെ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ തിരിച്ച് നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പോകണം. നമ്മളിപ്പോൾ ഇവിടെ തിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ ഇത് വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. എല്ലാവരുമായിട്ട് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും നല്ല രസമുണ്ട്. ഏകദേശം ഒരു 7 മണിയോടുകൂടി നമ്മളെല്ലാവരും തിരിച്ചെത്തി. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. വെള്ളത്തിലിറങ്ങാനായിട്ട് പേടിയുള്ളവരും വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ ആയിക്കഴിഞ്ഞപ്പം എല്ലാവരും ഇറങ്ങി. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മെയിനായിട്ടും എടുത്തു പറയാനായിട്ടുള്ളത് കേരള കയാക്കേഴ്സിലെ ആൾക്കാരുടെ കോപ്പറേഷനാണ്. എല്ലാ കാര്യങ്ങളിലും അവർ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. നമ്മളെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം തിരിച്ചു വണ്ടി എടുക്കാനായിട്ട് ഇപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ചെറിയൊരു വഴിയാണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് തിരിച്ചു പോകാനായിട്ടൊക്കെയുള്ള ചെറിയൊരു പാടുണ്ട്. ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. വന്നു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. നേരെ
ഓഫീസിലേക്ക് കുറച്ച് പേര് ഇറക്കാനായിട്ടുണ്ട്. അവർ ഇറക്കിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വിടും. അപ്പോൾ എത്ര ഉള്ളൂ ഗൈസ്. ബൈ, അടുത്തൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.